തിരൂർ നഗരസഭാ ചെയർപേഴ്സണായി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തെരഞ്ഞെടുക്കപ്പെട്ടു. 31 വോട്ടാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. തിരൂർ നഗരസഭാ ചെയർപേഴ്സണായി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തെരഞ്ഞെടുക്കപ്പെട്ടു. റിട്ടേണിംഗ് ഓഫീസർ ഒ രതീഷ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. LDFിലെ ഗഫൂർ പി ലില്ലിസ് എത്തിയില്ല. BJPയിലെ നിർമ്മല കുട്ടിക്കൃഷ്ണൻ വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കുകയും ചെയ്തു. വാർഡ് 13 യാസർ പയ്യോളിയാണ് പേര് നിർദ്ദേശിച്ചത്. വാർഡ് 4 TC സുബൈർ പിന്താങ്ങുകയും ചെയ്തു. LDFിലെ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരന് 7 വോട്ടാണ് ലഭിച്ചത്. റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ ചെയർപേഴ്സൺ അധികാരമേറ്റു. തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.